മമ്മി രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അപർണ ചേച്ചി കിടക്കുന്ന കട്ടിലിന് തൊട്ട് താഴെയായിരുന്നു കിടന്നിരുന്നത്. മമ്മി വന്നെന്നെ ഒന്ന് തോണ്ടി വിളിച്ചു. "ഡാ, എഴുന്നേക്കുന്നില്ലേ? ആ പെണ്ണിന്റെ അടുത്തും പറ എഴുന്നേക്കാനെന്ന്" എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നു. അപ്പച്ചനാണെങ്കിൽ ബോട്ടിൽ പോയേക്കാണ്. ഏകദേശം 3-4 ദിവസം കഴിയും ഇനി തിരിച്ചു വരാനായിട്ട്. അപർണ ചേച്ചിയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപർണ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എന്റെ ചേച്ചിയുടെ കൂട്ടുകാരിയാണ്. ഇപ്പോ ആ ഒരു വിവാഹമോചനത്തിന്റെ വക്കിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്റെ ചേച്ചിയോട് ഒരു പെർമിഷനൊക്കെ ചോദിച്ച് അതിന് ശേഷമാണ് അപർണ ചേച്ചി ഇപ്പോൾ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. പിന്നെ എന്നെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഏകദേശം 25 വയസ്സുണ്ട്. ഇപ്പോൾ അപർണ ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ എന്നേക്കാൾ ഏകദേശം ഒരു 3 വയസ്സ് കൂടുതലാണ്. 28 വയസ്സ് കഴിയുന്നുണ്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റ് നിന്ന് അപർണ ചേച്ചിയെ ഒന്ന് നോക്കി. അപർണ ചേച്ചി ഇന്നലെ ഇട്ടിരുന്ന ആ ഒരു നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഇപ്പോഴും ഞാൻ കണ്ടത്. ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചിയുടെ കാലിൽ ഞാനൊന്ന് തട്ടി വിളിച്ചു. "അപർണ ചേച്ചി, എഴുന്നേക്ക്, സമയം ഒരുപാടായി" എന്നായിരുന്നു ഞാൻ വിളിച്ചത്. അപർണ ചേച്ചി വീണ്ടും എഴുന്നേക്കുന്നില്ല എന്ന് കണ്ട സമയത്ത് ഞാൻ ആ ഒരു ഷീറ്റ് എടുത്ത് നേരെ അപർണ ചേച്ചി കിടക്കുന്ന ആ കാലിലേക്ക് ഇട്ടുകൊടുത്തു. കിടന്നുറങ്ങുന്ന സമയത്ത് അപർണ ചേച്ചി ഒരു കുഞ്ഞു പിള്ളേർ കിടന്നുറങ്ങുന്ന കണക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കുഞ്ഞു പിള്ളേരുടെ കണക്കാണ് അപർണ ചേച്ചിയുടെ മനസ്സെന്നും എനിക്ക് തോന്നി. അങ്ങനെ എഴുന്നേക്കുന്നില്ല എന്ന് കണ്ട സമയത്ത് ഞാൻ പുറത്തേക്ക് പോയി. അതിനുശേഷം കാപ്പിയും കാര്യങ്ങളൊക്കെ ഒന്ന് കുടിച്ചു. പുറത്തിറങ്ങി അവിടെയെല്ലാം ഒന്ന് കറങ്ങി. കുറച്ച് സമയം കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നപ്പോഴായിരുന്നു അമ്മച്ചി എൻ്റെ അടുത്ത് ചോദിക്കുന്നു, "എന്താടാ, അവൾ ഇങ്ങോട്ടൊന്നും എണീറ്റ് വരത്തില്ലേ? ഇതിപ്പോ കുറച്ചു നേരം ആയല്ലോ" എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, "അമ്മച്ചി, ഇങ്ങനെയൊന്ന് കഷ്ടപ്പെടുത്തണ്ട. അവരൊരു ഗസ്റ്റ് മാത്രമല്ലേ, അതും നമ്മുടെ ചേച്ചിയുടെ കൂട്ടുകാരി. അപ്പോ അതിൻ്റെതായ ഒരു ഇത് കാണിക്കണ്ടേ." ആ സമയത്ത് അമ്മച്ചി എൻ്റെ അടുത്ത് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അവൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ, ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യണം എന്നായിരുന്നു അമ്മച്ചിയുടെ മറുപടി. പക്ഷേ ഞാനൊന്നും പിന്നെ മിണ്ടാൻ പോയില്ല. ഞാൻ തിരിച്ച് നേരെ കാപ്പി എടുത്തുകൊണ്ട് നേരെ അപർണ ചേച്ചി കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. ഞാൻ അവിടേക്ക് ചെന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചി എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് മുക്കലും മുടലും ഒക്കെ നടത്തുകയായിരുന്നു. ഞാൻ അവിടേക്ക് ചെന്നിരുന്നു. ശേഷം അപർണ ചേച്ചിയെ നോക്കി. "അതെ, എഴുന്നേക്കുന്നില്ലേ? ഇപ്പോ സമയം ഒരുപാടായിട്ടുണ്ട്" എന്ന് ഞാൻ അപർണ ചേച്ചിയുടെ അടുത്ത് പറയുന്ന സമയത്ത് അപർണ ചേച്ചി കണ്ണു തുറന്ന് എന്നെ നോക്കി. അപ്പോഴാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു രസം പോലെ അപർണ ചേച്ചിക്ക് ഇങ്ങനെ തോന്നി. നല്ലൊരു ഉന്മേഷവും കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറച്ചു സമയം എന്നെ ഒന്ന് നോക്കിയ ശേഷം "നല്ല ഉറക്കം വരുന്നുടാ" എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു, "ചേച്ചി, ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ കിടക്കാനേ പറ്റത്തുള്ളൂ. ചേച്ചി ഒന്ന് എഴുന്നേറ്റേ" എന്ന് പറഞ്ഞു കഴിയുമ്പം അപർണ ചേച്ചി എനിക്ക് നേരെ കൈ നീട്ടി. കൈ പിടിച്ച് പൊക്കാനാണ് അതിന്റെ മീനിങ്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ "എന്താ, കുഞ്ഞു വാവയാണോ ഇങ്ങനെ പൊക്കാൻ വേണ്ടിയിട്ട്" എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൊക്കാനായിട്ട് വന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചി എന്നെ കയറിയങ്ങ് ആ ഒരു കഴുത്തിൽ ഇങ്ങനെ പിടിച്ചു. അങ്ങനെ പതുക്കെ ഞാൻ പൊക്കിയെടുത്തു. അങ്ങനെ എഴുന്നേറ്റിരുന്ന അപർണ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ കട്ടിലിൽ നിന്ന് തന്നെ ഞെളിയും പിരിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, "ഒന്ന് എഴുന്നേറ്റ് ഒന്ന് എക്സസൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യും. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലേ ഇങ്ങനെ നിൽക്കാനേ പറ്റത്തുള്ളൂ" എന്ന് ഞാനിങ്ങനെ പറയുന്ന സമയത്ത് അപർണ ചേച്ചി ഒന്ന് നോക്കി. "എന്നാൽ നമുക്ക് കടപ്പുറത്ത് പോയിട്ട് എക്സസൈസ് ചെയ്താലോ?" എൻ്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് കടപ്പുറം കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ കടപ്പുറം ഫാമിലി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചി അങ്ങനെ ആവശ്യപ്പെട്ട സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, "ഇന്നലെ രാത്രി പോയത് ഓർമ്മയില്ലേ? ആ, അത് മാത്രം പോരെ" എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അപർണ ചേച്ചി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "നമുക്ക് രാവിലെ പോവാടാ. രാവിലെയാണെന്നുണ്ടെങ്കിൽ നല്ല രസവും കാര്യങ്ങളൊക്കെ അല്ലേ. കടപ്പുറത്ത് നിന്ന് എക്സസൈസിന്റെ ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ഒന്ന് വേറെയാണ്." അങ്ങനെ അപർണ ചേച്ചി എഴുന്നേറ്റ് രാവിലെ ബ്രഷ് ചെയ്തു. ആ ഒരു ടൈമിൽ തന്നെ അമ്മച്ചി അവിടെ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. "മോളെ, നിന്ന് വന്നേ" എന്നായിരുന്നു വിളിക്കുന്നത്. ആ സമയം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തേലും പണി കൊടുക്കാനായിട്ട് വിളിക്കുകയാണെന്ന്. ഞാൻ വിചാരിച്ചത് തെറ്റായില്ല. സെയിം അതേ അനുഭവം തന്നെയായിരുന്നു. അമ്മച്ചിയാണെന്നുണ്ടെങ്കിൽ നേരെ അപർണ ചേച്ചിക്ക് ചെറിയൊരു പണി കൊണ്ട് കൊടുത്തു. പാത്രമെല്ലാം കഴുകി വെക്കാനായിട്ട്. പാവം അപർണ ചേച്ചി ആ ഒരു സമയത്ത് ആ ഒരു പാത്രങ്ങളെല്ലാം കഴിയുന്ന കണ്ട സമയത്ത് എനിക്കാണെന്നുണ്ടെങ്കിൽ ചെന്നൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നി. പക്ഷേ എനിക്ക് മറ്റൊന്നും തോന്നിയില്ല. എന്തൊക്കെയായാലും ചേച്ചി ചെയ്യുന്നതല്ലേ, ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. അവിടെയാണെന്നുണ്ടെങ്കിൽ കടപ്പുറം നല്ല വിജനമായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞ് അപർണ ചേച്ചി പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചി ഇട്ടിരുന്ന ആ ഒരു ചുരിദാർ ഞാൻ ശ്രദ്ധിച്ചു. ഇന്നലെ ഇട്ടിരുന്ന അതേ സാധനം തന്നെയാണ്. "ഇതെന്താ, ഒരു മാറ്റത്തൊന്നുമില്ലേ? ഈ സെയിം സാധനം തന്നെയാണോ ഇട്ടുകൊണ്ട് വരുന്നത്?" ഞാനത് ചോദിച്ച സമയത്ത് തന്നെ അപർണ ചേച്ചി പറഞ്ഞു, "നമ്മളപ്പോ പാവപ്പെട്ടവരല്ലേ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു" എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അപർണ ചേച്ചിയുടെ ആ ഒരു വരവ്.
ഞാനത് കണ്ട സമയത്ത് തന്നെ ചോദിച്ചു, ഈ ലൂസ് ചുരിദാറും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് ഇങ്ങനെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത് ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അപർണ ചേച്ചി പറഞ്ഞു, ഇപ്പം ഉള്ളത് വെച്ചിട്ടല്ലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതുകൊണ്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ ഒന്ന് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ആ ടൈമിൽ അപർണ ചേച്ചി കറക്റ്റായിട്ടൊന്നും അല്ലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ചെന്ന് ഓരോ കാര്യങ്ങളും തിരുത്തി പറഞ്ഞു കൊടുത്തു. ദേ ഇതേപോലെയാണ് ചെയ്യുന്നത്. ആദ്യം ഞങ്ങളൊരു നടത്തമായിരുന്നു. അത് കഴിഞ്ഞ് ശേഷം വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അത് തുടങ്ങി വെക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരുടെയും ആ ഒരു ആംഗ്യം കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ്. എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യാൻ അപർണ ചേച്ചിക്കും നന്നായിട്ട് അറിയില്ല. ഞാൻ പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് ഒരുവിധം തട്ടിക്കൂട്ടുന്നു എന്ന് മാത്രം. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു അമ്മച്ചി പുറത്തേക്ക് ഇറങ്ങി വന്നത്. പിള്ളേരെ, നിങ്ങൾ എന്ത് ചെയ്യുക എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങളിവിടെ ഓരോ കാര്യങ്ങൾ നോക്കാണ് എന്നൊക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചി എന്റെ ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, അമ്മച്ചിയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം നല്ല പണിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ, ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ ആണോന്ന് അറിയില്ല എന്ന് പറയുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, ആ അമ്മച്ചിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, അപർണ ചേച്ചി ഇതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അപർണ ചേച്ചിയും കൂടെ അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു അമ്മച്ചി ഒന്ന് പറഞ്ഞത്, ദേ ആ ഉണക്കമീൻ അവിടെ അകത്ത് കിടക്കുക, നല്ല വെയിലും കാര്യങ്ങളുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടെ ആ ഒരു ഉണക്കമീനും കാര്യങ്ങളും ഒന്ന് വിരിച്ചിട്ടതേ, അത് കഴിഞ്ഞാൽ അതൊന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെ പറഞ്ഞ താമസം തന്നെ നേരെ തന്നെ അപർണ ചേച്ചി അകത്തേക്ക് പോയി ഉണക്കമീനും കാര്യങ്ങളും ഒരു ചാക്കിലെടുത്തോണ്ട് പുറത്തേക്ക് വന്നു. ആ സമയത്ത് ഞാൻ പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു അപർണ ചേച്ചി എന്നെ ഒന്ന് ഹെൽപ്പിനെ വിളിച്ചത്. ഞാൻ ചെല്ലാം എന്ന് തന്നെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാനും അപർണ ചേച്ചിയും കൂടെ ആ ചാക്ക് പിടിച്ചുകൊണ്ട് നേരെ കടപ്പുറത്ത് കൊണ്ടുപോയിട്ടു. അപ്പച്ചൻ 3-4 ദിവസത്തിന് മുമ്പേ കൊണ്ടുവന്ന മീനായിരുന്നു. അതിപ്പോ അമ്മച്ചി ഉണക്കാനിട്ട് അതിപ്പം ഉണക്കമീനായി മാറി. എനിക്ക് അതിലൊന്നും അത്ഭുതമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അമ്മച്ചി ചില സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കറി വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നേരെ എടുത്ത് ഉണക്കമീനായിട്ട് ഉണക്കി വെക്കും. പിന്നെ പൊരിച്ചു തരികയോ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അതൊക്കെയാണ് അമ്മച്ചിയുടെ ചില സമയത്ത് ഹോബീസ്. അങ്ങനെ ഞാനും അപർണ ചേച്ചിയും കൂടെ ആ ഒരു കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് നേരെ കടപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ടു. ശേഷം അവിടെ നിന്ന് ഓരോന്നും വിധിച്ച് റെഡിയാക്കി വെക്കുമായിരുന്നു. അപ്പൊ തന്നെ അപർണ ചേച്ചി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, നേരെ ആ വലയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തോണ്ട് വരുമോ, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോ കാക്കയും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണക്കമീൻ കാര്യങ്ങളും നമുക്ക് കിട്ടില്ല, അത് കൊത്തിക്കൊണ്ട് പോകും, വലയിട്ട് കഴിഞ്ഞാൽ അത് പേടിക്കണ്ടല്ലോ. ഞാനത് അപർണ ചേച്ചിയുടെ വായിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ചേച്ചി ഇതൊക്കെ ഇവിടെ വന്നിട്ട് പഠിച്ച കാര്യങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ അപർണ ചേച്ചി പറഞ്ഞു, ആ ഞാനിവിടെ വന്നിട്ട് കുറെ കാര്യങ്ങൾ പഠിച്ചു, അതിനു മുമ്പേ എൻ്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് കുറെ കാര്യങ്ങൾ കൂടെ പഠിച്ചായിരുന്നു, എന്തൊക്കെയായാലും അതിനേക്കായി ഭേദമാണ് ഇവിടെ എന്നായിരുന്നു അപർണ ചേച്ചിയുടെ വാദം. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിരി വന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഈ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടം പോലെ തോന്നത്തില്ല. ആ ഒരു സമയത്താണ് അപർണ ചേച്ചി ഒരു ഇരയായിട്ട് ഇവിടെ വന്ന് കിടക്കുന്നത്. ആ ഒരു ടൈമിൽ എനിക്ക് തോന്നി അപർണ ചേച്ചിക്ക് പുതിയ എന്തെങ്കിലും ചുരിദാറോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. ഒരു ജോലിയോ കാര്യങ്ങളോ അപർണ ചേച്ചിക്കില്ല, പിന്നെ വരുമാനവും ഇല്ല, ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് മാത്രം ഇങ്ങനെ നിന്ന് പോകുന്നു. അതായിരുന്നു അപർണ ചേച്ചിയുടെ ഒരു അവസ്ഥ. ആ ടൈമിൽ ഏതൊരാൾക്കും പോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ എനിക്കും കൊതിയായി. ഞാൻ ആ നിമിഷം അപർണ ചേച്ചിയോട് വേറെ ഒന്നും ചോദിക്കാൻ പോയില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഒരു ഉണക്കമീനും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു സമയത്ത് അപർണ ചേച്ചിയോട് പറഞ്ഞു, ഇതുവരെ മതി ചേച്ചി, ചേച്ചി ഇപ്പോൾ മുട്ടുകുത്തിയിരുന്ന് ഒരുപാട് ടയർഡായിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അപർണ ചേച്ചിയെ ഞാൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചിക്ക് എണീക്കാൻ പറ്റുന്നില്ലായിരുന്നു. കുറെ നേരം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആർക്കാണെന്നുണ്ടെങ്കിൽ കാല് പെരുത്ത് തുടങ്ങും. അത് എല്ലാവർക്കും എന്ന പോലെ അപർണ ചേച്ചിക്കും ഉള്ളതാണൊക്കെ എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ ഞാൻ അപർണ ചേച്ചിയും പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് നടന്നു. അവിടെയാണെന്നുണ്ടെങ്കിൽ അമ്മച്ചി കാത്തു നിൽപ്പുണ്ടായിരുന്നു. അമ്മച്ചി എന്തോ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ വെയിറ്റ് നീ നിൽക്കുന്നത്. ഞാനാണെന്നുണ്ടെങ്കിൽ എന്തായാലും കാര്യം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ നടന്നു വരികയായിരുന്നു. എന്നെയും അപർണ ചേച്ചിയും കണ്ട സമയത്തിനെ അമ്മച്ചി പറഞ്ഞു, ദേ തുഷാരയ്ക്ക് തീരെ വയ്യാന്ന്, ഞാൻ അങ്ങോട്ടൊന്ന് പോവാ, വൈകുന്നേരം ആകുമ്പോൾ ഞാൻ തിരിച്ചു വരാം, അതുവരെ വീടും കാര്യങ്ങളൊന്നും നോക്കിക്കോണം, പിന്നെ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അവിടെയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് റെഡിയാക്കി എടുത്തേക്കണം, പിന്നെ പാത്രവും കാര്യങ്ങളൊക്കെ പിന്നെയും ബാക്കിയുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അമ്മച്ചി നേരെ സാരി ഉടുക്കാൻ പോയി.
ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അപർണ ചേച്ചിയോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നു മോളെന്തോ കാര്യത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. തുഷാര എന്ന് പറഞ്ഞാൽ എന്റെ സിസ്റ്ററാണ്, എൽഡർ സിസ്റ്റർ. അതും അപർണ ചേച്ചിയുടെ കൂട്ടുകാരി. ഞങ്ങൾ തമ്മിൽ നല്ല ഒരു യോജിപ്പും കാര്യങ്ങളൊന്നും അല്ല. പിന്നെ അപർണ ചേച്ചിയുമായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പോകുന്നു. ചില സമയത്താണെന്നുണ്ടെങ്കിൽ എന്റെ ചേച്ചിയുടെ സ്വഭാവമൊന്നും എനിക്ക് ഇഷ്ടപ്പെടാറില്ല. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട്. അങ്ങനെ പോയ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വിചാരിച്ചു, ഇനിയിപ്പം അമ്മച്ചിയുടെ ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അപർണ ചേച്ചിയെ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ, ഉള്ള ജോലികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ നിന്നാ മതി. അമ്മച്ചി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ കൂടെ കൂടെ പണി കൊടുക്കത്തുള്ളൂ. ഞാൻ ആ സമയം അപർണ ചേച്ചിയെ നോക്കി ചിരിച്ചു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, അമ്മച്ചി പോകുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ചിരിയായിരുന്നു. പക്ഷേ ആ സമയം അപർണ ചേച്ചി അതൊന്നും മൈൻഡ് ചെയ്തില്ല. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല സങ്കടം തോന്നി. ഞാൻ ആ സമയമാണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചിയുടെ കൂടെ നിന്നു. അപർണ ചേച്ചി നേരെ അടുക്കളയിലേക്ക് പോയി. അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഒതുക്കി പറക്കായിരുന്നു. ആ ടൈമിൽ ഞാനും കൂടി അപർണ ചേച്ചിയുടെ കൂടെ. അപ്പൊ തന്നെ അപർണ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ടയർഡായും, നീ ഏതായാലും അവിടെ പോയിരുന്നോ, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും ഞാനും കൂടെ ചെയ്തുതരാം. ഇതാകുമ്പം അപർണ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ആ ടൈമിൽ അപർണ ചേച്ചി എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മച്ചി പോയി കഴിഞ്ഞ് എന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപർണ ചേച്ചിയായിട്ട് കുറെ നേരം സംസാരിച്ചിരിക്കാം, പിന്നെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഏർപ്പെടുത്താം. കാരണം നമ്മുടെ വീട്ടിലേക്ക് വന്ന ഒരാളല്ലേ, അപർണ ചേച്ചിയെ അങ്ങനെ തനിച്ചാക്കി ഒറ്റയ്ക്കിരിക്കുന്നത് ശരിയല്ലല്ലോ. അതായിരുന്നു എന്റെ മനസ്സിൽ എപ്പോഴും തോന്നിയിരുന്നത്. പക്ഷേ ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ അമ്മച്ചി പോയി കഴിഞ്ഞപ്പോ അപർണ ചേച്ചി വീണ്ടും വീണ്ടും പണി ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അത് നിർത്തി വെച്ചേ, നീ ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ദാ ഇങ്ങോട്ട് ഇറങ്ങിക്കേ, എല്ലാ കാര്യങ്ങളും ഇന്ന് റെഡിയാണ്. ഇന്നത്തെ സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മച്ചി എന്തെങ്കിലും വൈകുന്നേരം വരത്തുള്ളൂ. അതുവരെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് നോക്കിയൂടെ, എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന ഗെയിംസോ കാര്യങ്ങളോ. അത് ചോദിക്കുന്ന സമയത്ത് അപർണ ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി എന്ത് ഗെയിംസും കാര്യങ്ങളാണ്, എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതേ കല്യാണം കഴിഞ്ഞ് അത് ഒഴിയാറായി നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് നിന്റെ ഒരു ഗെയിംസും കാര്യങ്ങളൊക്കെ എന്ന് അപർണ ചേച്ചി ഒന്ന് പുച്ഛിച്ചു. ആ നിമിഷം ഞാൻ പറഞ്ഞു, ഗെയിംസും കാര്യങ്ങളും അങ്ങനെ നമുക്കും കളിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഈ കടപ്പുറത്ത് കിടന്ന് ഓടിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവത്തുള്ളൂ. ഞാനത് പറയുന്ന സമയത്ത് അപർണ ചേച്ചി ആ വിജനമായിട്ട് കിടക്കുന്ന കടപ്പുറത്തേക്ക് നോക്കി. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ കടപ്പുറം ശൂന്യമായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ തൊട്ടടുത്തെങ്ങും ആരുമില്ല. എൻ്റെ വീടാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഉൾപ്രദേശത്ത് തന്നെയായിരുന്നു. ആ ഒരു കടൽ തീരത്തിന്റെ ഏരിയയില് ഏകദേശം രണ്ടും മൂന്നും വീടുകൾ മാത്രമേ ഉള്ളൂ. അവിടെയാണെന്നുണ്ടെങ്കിൽ അധികമൊന്നും ആൾക്കാരൊന്നും താമസമില്ല. കാരണം എല്ലാവരും ബോട്ടിൽ പോകുന്നവരാണ്. അതുകൊണ്ട് എപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും അവിടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെയാണ്. അതാണ് എൻ്റെ വീടിന്റെ പ്രത്യേകത. അത് തന്നെയായിരുന്നു അപർണ ചേച്ചി ആ നിമിഷം നോക്കിയത്. അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കിയതിനു ശേഷം അപർണ ചേച്ചി പറഞ്ഞു, നമുക്ക് ഈ കടപ്പുറത്ത് ഒന്ന് ഓടിക്കളിക്കാം, അതൊരു ആക്ടിവിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നിനക്ക് ഓക്കെ ആണോ എന്ന് അപർണ ചേച്ചി ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെന്താ, അതാണെന്നുണ്ടെങ്കിൽ അത് ചേച്ചി എനിക്ക് ഇവിടെ എല്ലാം കൊണ്ടുവന്ന് കാണിക്കണം, എൻ്റെ എല്ലാ സ്ഥലങ്ങളും കാണിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് ഞാൻ അപർണ ചേച്ചിയോട് പറഞ്ഞു. എനിക്ക് വല്ലാത്തൊരു ടെൻഡൻസി ഒക്കെ ആണല്ലോ എന്ന് അപർണ ചേച്ചി എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്നതല്ലേ, ആ സമയത്താണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചിയെ കൊണ്ട് അമ്മ ഒരുപാട് ജോലികളും കാര്യങ്ങളും ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും ഈ ഒരു സമയത്തെങ്കിലും അപർണ ചേച്ചിക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തു തരണമല്ലോ. പിന്നെ എന്ത് കാര്യങ്ങളും ഒരു ടൂറിസ്റ്റ് ഗൈഡ് എന്ന രീതിയിൽ സഹായിച്ചൊക്കെ തരണമല്ലോ. നമുക്ക് അവിടെയൊക്കെ ഒരു പ്ലേസ് ഉണ്ട്, അവിടെ നിന്ന് കണ്ടിട്ട് വരാം എന്ന് പറയുമ്പോൾ അപർണ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇവിടെ പിടിപ്പത് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളുടെ അമ്മ വന്നു കഴിഞ്ഞാൽ എന്നെ പിടിയും, അതാണ് അപർണ ചേച്ചിയുടെ ടെൻഷൻ. അങ്ങനെ കുറെ സമയം ഞങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചിയും ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു. അത് അമ്മച്ചിയായിരുന്നു. ആ ടൈമിൽ ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയായിരുന്നു. ആ ടൈമിൽ അമ്മച്ചി വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാനിന്ന് വരത്തില്ല കേട്ടോ, അവൾക്ക് തീരെ സുഖമില്ല, ഇന്ന് എന്തെങ്കിലും ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ, അവളുടെ അമ്മായിമ്മ വരുന്നത് വരെ ഞാൻ എന്തെങ്കിലും നിന്നിട്ടേ അങ്ങോട്ട് വരത്തുള്ളൂ. ഇന്ന് നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നു കേട്ടോ. അപ്പച്ചൻ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ അപ്പച്ചനുള്ള ഭക്ഷണം കൊടുക്കാൻ മറക്കണ്ട. അപ്പച്ചൻ മിക്കവാറും വരത്തില്ല, ഏകദേശം 2 ദിവസങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ അപ്പച്ചൻ ഇനി വരത്തുള്ളൂ എന്ന് തോന്നുന്നു. ഇനി വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മറക്കണ്ട എന്ന് മാത്രം അമ്മച്ചീൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ത്രില്ലായിരുന്നു. ഇന്ന് എന്തൊക്കെയാലും അമ്മച്ചി വരത്തില്ല എന്ന് ഞാൻ ഒരു ആഹ്ലാദത്തോടെ തന്നെ ഒരു മൊബൈലൊക്കെ പൊക്കി തെറിച്ചുകൊണ്ട് ഞാൻ അപർണ ചേച്ചിയോട് വിളിച്ചു പറഞ്ഞു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അപർണ ചേച്ചിയുടെ മുഖത്തും നല്ല സന്തോഷം ഉണ്ടായിരുന്നു.
കാരണം അപർണ ചേച്ചി വന്ന സമയത്തോടെ അമ്മച്ചി ഓരോ പണിയും കാര്യങ്ങളും ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പാവത്തിന് ഇങ്ങനെ എൻജോയ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഈ കടൽ എന്താണെന്ന് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ ഒരു കടലിനുള്ളിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഉള്ളത്, അതായത് ചെറിയ ചെറിയ കുറ്റിക്കാടുകളും കാര്യങ്ങളും ആ ഒരു പ്രദേശങ്ങളൊക്കെ അപർണ ചേച്ചിക്ക് ഇതുവരെയും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. അത് തന്നെയായിരുന്നു അപർണ ചേച്ചിയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ആ സമയം ആ ഒരു തുള്ളിച്ചാട്ടലിൽ അപർണ ചേച്ചിയും ചാടുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, പതുക്കെ പതുക്കെ. ചേച്ചി ചാടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു ബോധമില്ലാതാണ് ചാടുന്നത്, വെറും കൊച്ചു കുട്ടികളെ പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ എന്ന് ഞാൻ അപർണ ചേച്ചിയോട് പറയുമ്പോൾ, ഞാൻ കൊച്ചുകുട്ടി തന്നെയല്ലേ എന്ന് അപർണ ചേച്ചിയുടെ തിരിച്ചുള്ള മറുപടി. അങ്ങനെ ഒരു നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് റൂമിൽ കയറി. അതിനുശേഷം അപർണ ചേച്ചി പറഞ്ഞു, ഞാൻ എന്തൊക്കെയാലും ഈ ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് വരാം, നീ ഏതായാലും കുറെ നാളായിട്ട് ഇങ്ങനെ പറയുന്നതല്ലേ. അത് കണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചി ഡ്രസ്സ് മാറുന്നിടം വരെ ഞാൻ പുറത്തേക്ക് നിന്നു. ആ ടൈമിൽ എനിക്കും ഡ്രസ്സ് മാറണമെന്നുണ്ടായിരുന്നു. പുറത്ത് അങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാനുള്ളതല്ലേ, ഉൾപ്രദേശങ്ങളിലാണ്, അവിടേക്കാണെന്നുണ്ടെങ്കിൽ നല്ല കാണാനുള്ള കാഴ്ചകളുണ്ട്. ഇന്നെന്തെങ്കിലും രാത്രി കഴിഞ്ഞിട്ടേ ഞങ്ങളിനി വരുത്തുള്ളൂ. ഉച്ചയ്ക്കുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിച്ചു. പിന്നെ രാത്രികൾക്ക് മുമ്പ് ഒരു ഇടയത്താഴം എന്നുള്ള രീതിയിൽ കുറച്ച് സാധനങ്ങളും ഫ്രൂട്ട്സും അതൊക്കെ കയ്യിലെടുത്തിട്ടാണ് പോകാനിരിക്കുന്നത്. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എന്നെ ഞെട്ടിക്കുന്ന ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് വന്നു. ഞാൻ പറഞ്ഞു, ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇത് അവിടെ ഇടാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഭർത്താവിന്റെ വീട്ടിലും സമ്മതിച്ചിട്ടില്ല. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കടൽ പ്രദേശമല്ലേ, ആരും കാണില്ല. പിന്നെ നിന്റെ അമ്മച്ചിയാണെന്നുണ്ടെങ്കിൽ ഈ ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയും. ഇപ്പം ആ ഒരു ശല്യമില്ല. ഏതായാലും നമുക്കൊന്ന് പോയിട്ട് വരാം. ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ കൂളായിട്ട് കിടക്കുമ്പം അത് എന്ത് രസമായിരിക്കും എന്നൊക്കെ അറിയണ്ടേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അപർണ ചേച്ചിയും ഞാനും കൂടെ നടക്കാൻ തുടങ്ങി. ആ ടൈമിൽ ഞാൻ അപർണ ചേച്ചി പറഞ്ഞു, എന്നാൽ പിന്നെ ഞാനും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് വരട്ടെ, ഇതെന്തോ മുഷിഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ ഞാനും അകത്ത് കയറിയതിനു ശേഷം ഒരു ഷോർട്സും പിന്നെ ഒരു ബെന്നിനും എടുത്തിട്ടു. ഞാൻ അപർണ ചേച്ചിയെ നോക്കി. ആ ടൈമിലാണെങ്കിൽ അപർണ ചേച്ചി നല്ല മോഡേണിലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അപർണ ചേച്ചിയെ ഇങ്ങനെ കാണുന്നത്. ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് ഇങ്ങനെ ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും മോഡേണായിട്ട് നേരിട്ട് കാണുന്നത്. സിനിമയിലോ സീരിയലിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ടൈമില് നല്ല ഇംഗ്ലീഷ് സീരിയൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ആ ഒരു സീരീസിൽ കാണുന്ന ഒരു സൗന്ദര്യമൊക്കെയാണ് അപർണ ചേച്ചിക്ക് ആ ഒരു ഡ്രസ് ഇട്ടപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത്. ഓ, എന്ത് ലുക്കാണല്ലേ അപർണ ചേച്ചി കാണാൻ എന്ന് ഞാൻ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയ ശേഷം അപർണ ചേച്ചിയായിട്ട് ഞാൻ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അപർണ ചേച്ചിക്ക് നല്ല പ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആ ഒരു കാര്യങ്ങളൊന്നും തോന്നുന്നില്ലായിരുന്നു. ഡ്രസ്സിങ്ങിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പം തോന്നിയത് എൻ്റെ അമ്മച്ചി ഇവിടെ ഉണ്ടായതുകൊണ്ട് അപർണ ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീഡവും കാര്യങ്ങളും കിട്ടിയിട്ടില്ല. ഇപ്പോൾ അമ്മച്ചിയും പോയി, പിന്നെ ഞാനും വന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ടുള്ള ഒരാൾ വന്നപ്പം അപർണ ചേച്ചി അത് എൻജോയ് ചെയ്യുന്ന കണക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഒരു നിമിഷം ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു. അപ്പോൾ തന്നെ അപർണ ചേച്ചി ചോദിച്ചു, നീ എന്നെ കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്, ഒരുപാട് യാത്രയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് ചേർന്ന് നിന്ന് നടന്നേ, ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അപർണ ചേച്ചിയെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഒരു ദൂരമില്ല, നീ കാല് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു തമാശ എന്ന പോലെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ഞാൻ ചേച്ചി എൻ്റെ കൂടെയുള്ള യാത്രകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ എന്ത് രസമായിരുന്നു ആ ഒരു തിരമാലകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചു കയറുന്ന കാണാൻ. അതെല്ലാം കണ്ട സമയത്ത് ഞാൻ അപർണ ചേച്ചിയെ വിളിച്ച് കാണിച്ചു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചി പെട്ടെന്ന് ഒരു കല്ല് തട്ടി വീഴാനായിട്ട് ഇങ്ങനെ വന്നു. ആ ടൈമിലാണെങ്കിൽ ഞാനിങ്ങനെ പിടിച്ചെഴുന്നേപ്പിച്ചു. അപർണ ചേച്ചി വീഴണ്ട കേട്ടോ, പിടിച്ചെഴുന്നേറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അപർണ ചേച്ചിയെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് നേരെ നിർത്തി. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ നീ ഉള്ളതായിരുന്നു നല്ലൊരു രസം. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ കിടന്ന് ഞാൻ നരകിച്ചു പോയനെ. ഇപ്പോൾ ഒരു വായ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നീ വന്നതിന് ശേഷം. അത് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, എല്ലാം ഒരു രസമുണ്ട് കേട്ടോ എന്ന് മാത്രമായിരുന്നു അപർണ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് കടലിൻ്റെ ആ ഒരു തിരമാലകളുടെ നടുക്കായിരുന്നു. ആ ടൈമിൽ ഒന്ന് കാലൊന്ന് നന്നായിട്ട് കഴുകിയതിനു ശേഷം ഞാനും അപർണ ചേച്ചിയും കൂടെ നേരെ കരയിലേക്ക് കയറി. ശേഷമാണെന്നുണ്ടെങ്കിൽ ദൂരെ ഒരു കുറ്റിക്കാട് പോലൊരു പ്രദേശമുണ്ട്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു വെള്ളത്തിൽ നിൽക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അവിടേക്കാണ് ഞാൻ അപർണ ചേച്ചിയെ കൊണ്ട് പോയത്. അവിടെ പോയി ചില കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. ശേഷം ഇന്നത്തെ ആ ഒരു രാത്രിയിലാകുമ്പോഴത്തേക്ക് തിരിച്ചു വരണം. അതൊക്കെ തന്നെയായിരുന്നു എൻ്റെ മൈൻഡിൽ. അപർണ ചേച്ചിയുടെ മൈൻഡിൽ എന്താണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ എങ്കിലാണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ മനസ്സ് രണ്ടും ഒരേപോലെയാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് പോലെ, ചിന്തിക്കുന്ന ഒരുപോലെ, അങ്ങനെ രണ്ട് പ്രകൃതങ്ങളും രണ്ട് ആ ഒരു മനോഭാവമുള്ളവരായിരുന്നു ഞങ്ങൾ. ഈ ഒരു കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ അടുത്ത ഭാഗം വേണമെന്നുണ്ടെങ്കിൽ ഭാഗം
3 എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഭാഗം 3 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യില്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ കഥയൊന്ന് ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. ബൈ ബൈ ബൈ.